നയം രൂപീകരിക്കേണ്ടുന്നതിൻ്റെ ആവശ്യകത യഥാർത്ഥത്തിൽ കമ്മീഷൻ റിപ്പോർട്ടിന്റെ കൂടി വെളിച്ചത്തിൽ ലോകപ്രശസ്തനായിട്ടുള്ള ചലച്ചിത്ര സംവിധായകൻ സംഘാടകൻ ഷാജി എൻ കരുൺ ചെയർമാനായിക്കൊണ്ടുള്ള ഒരു കമ്മിറ്റി സർക്കാർ ഇതിനു വേണ്ടി നിയോഗിച്ചു. ഈ നയം രൂപീകരിക്കുന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോഴും നവംബറിൽ സിനിമ കോൺക്ലേവ് നടത്താൻ തീരുമാനിച്ചു. വനിതകൾക്ക് സിനിമാ മേഖലയിൽ കൂടുതൽ സഹായങ്ങൾ നൽകണമെന്ന കമ്മീഷന്റെ ശുപാർശ കണക്കിലെടുത്ത് ഒരു സിനിമയ്ക്ക് 1.5 കോടി രൂപ നൽകണമെന്ന് തീരുമാനം ഗവൺമെന്റ് നടപ്പിലാക്കി. ഇതിന്റെ അടിസ്ഥാനത്തിൽ 3 സിനിമകൾ വനിതാ നേതൃത്വത്തിൽ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് പുറത്തിറങ്ങി. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇത്തരമൊരു സഹായം വനിതകൾക്ക് വേണ്ടി നൽകിയിട്ടുള്ളത്. സിനിമയിൽ സാങ്കേതികവിദ്യ വേണ്ട മേഖലയിൽ വേണ്ടത്ര പരിശീലനം സ്ത്രീകൾക്ക് ലഭിക്കുന്നില്ല എന്ന പ്രശ്നം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ചലച്ചിത്ര അക്കാദമിയിൽ സ്ത്രീകൾക്കായി പ്രത്യേക കോഴ്സുകൾ ആരംഭിച്ചിട്ടുള്ളത്. വനിതകൾക്ക് പ്രത്യേക അവാർഡ് നൽകണമെന്ന ശുപാർശയുടെ അടിസ്ഥാനത്തിൽ അവാർഡ് നൽകുന്നതിനുള്ള നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ വർഷം നഞ്ചിയമ്മക്കും നവ സംവിധായിക എന്ന നിലയിൽ ശ്രുതി ശരണ്യക്കും അവാർഡ് നൽകിയിട്ടുള്ളത്. ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വനിതകൾക്ക് പ്രത്യേക പരിഗണന നൽകണമെന്ന ശുപാർശ കണക്കിലെടുത്ത് അതിനായി ചിത്രാഞ്ജലി സ്റ്റുഡിയോയെ മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നു വരികയാണ്. പൊതുവെയുള്ള മറ്റ് ശുപാർശകൾ നടപ്പാക്കുന്നതിനായി വിവിധ സംഘടനകളുമായി, സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുമായി ചർച്ച നടത്തിക്കഴിഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലും സ്ത്രീകളുടെ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളെ, തുല്യതയുടെ, അത് നൽകുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങളെയെല്ലാം പരിശോധിക്കുന്നതിനാവശ്യമായ നിലപാടുകളും നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് എന്ന് നമുക്കിതിന്റെ ഭാഗമായിട്ട് കാണാൻ കഴിയും. ഇത് ഒരു കമ്മിറ്റി മാത്രമായതുകൊണ്ട് നടപടിക്രമം പരിശോധിച്ച് നടപ്പിലാക്കുക എന്ന പ്രവർത്തനം സംസ്ഥാന സർക്കാർ വളരെ ഗൗരവത്തിൽ തന്നെയാണ് അത് നടത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ഒരു കമ്മീഷന്റെ രീതിയിലുള്ള ഒരു പദവിയിലല്ലെങ്കിൽ പോലും ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ മേലെ പൊതുവായിട്ട് എടുക്കേണ്ടുന്ന നിലപാട് ഗവൺമെന്റ് കൈകാര്യം ചെയ്തു പോയിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു പോയതിന്റെ അർത്ഥം. ചിലർ പ്രചരിപ്പിക്കുന്നത് പോലെ ഇതൊരു ജുഡീഷ്യൽ കമ്മീഷൻ അല്ല, അതുകൊണ്ടാണ് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. പക്ഷെ അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കുക എന്ന നടപടിക്രമം ഇതിന്റെ ഭാഗമായിട്ട് ഇല്ലാതിരുന്നത്. അത്തരമൊരു നടപടിക്രമം ഇതിന്റെ ഭാഗമായിട്ട് സ്വീകരിക്കേണ്ടതില്ല. ഇന്നിവിടെ വളരെ ഗൗരവപൂർവ്വം ചർച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പലരുടെയും സ്വകാര്യതയെ ബാധിക്കുന്ന പരാമർശങ്ങൾ ഉള്ളതിനാൽ പുറത്തുവിടാൻ പാടില്ല
എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹേമ തന്നെ സർക്കാരിന് 2020 ഫെബ്രുവരി 19 കത്ത് നൽകിയിരുന്നു. ഇതാണ് പ്രതിപക്ഷ നേതാവ് പച്ചക്കള്ളം എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചത്. ആ കത്ത് കൃത്യമായിട്ടും ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ളതാണ്. അതുകൊണ്ടാണ് കൃത്യമായിട്ട് മുഖ്യമന്ത്രി ഇത് പറഞ്ഞത്. 2020 ഫെബ്രുവരി നൽകിയിട്ടുള്ള കത്ത് സാംസ്കാരിക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കാണ് ജസ്റ്റിസ് ഹേമ ഈ രീതിയിലൊരു കത്ത് നൽകിയിട്ടുള്ളത്. തങ്ങളുടെ കമ്മിറ്റിക്ക് മുമ്പാകെ സിനിമാ മേഖലയിലെ ചില വനിതകൾ നടത്തിയത് തികച്ചും രഹസ്യാത്മകമായ വെളിപ്പെടുത്തൽ എന്നുള്ളതുകൊണ്ടാണ്. അങ്ങനെയാണ് അവരതിനെ വിശേഷിപ്പിച്ചത്. ആയതിനാൽ യാതൊരു കാരണവശാലും താനടങ്ങുന്ന കമ്മിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ട് പുറത്തുവിടാൻ പാടില്ല എന്ന് ജസ്റ്റിസ് ഹേമ കത്തിൽ ആവർത്തിച്ച് ആവശ്യപ്പെട്ടു. ഇത്തരത്തിലുള്ള ഒരു നിലപാട് ചെയർപേഴ്സൺ ജസ്റ്റിസ് ഹേമ സ്വീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വിവരാവകാശ പ്രകാരം സാംസ്കാരിക വകുപ്പിന്റെ മുഖ്യ വിവരാവകാശ കമ്മീഷന്റെ മുൻപാകെ അപേക്ഷ സമർപ്പിച്ചു. ആ അപേക്ഷകൾ സാംസ്കാരിക വകുപ്പിന്റെ മുഖ്യ വിവരാവകാശ ഓഫീസർ അതിനെതിരെ റിപ്പോർട്ട് പുറത്ത് വിടണമെന്നാവശ്യപ്പെട്ട് ഒരു മാധ്യമപ്രവർത്തകൻ 2020 വിവരാവകാശ കമ്മീഷൻ ഹർജി നൽകുകയുണ്ടായി. എന്നാൽ റിപ്പോർട്ടിൽ വ്യക്തികളുടെ സ്വകാര്യത ബാധിക്കുന്ന പരാമർശങ്ങൾ ഉള്ളതിനാൽ വിവരാവകാശ നിയമപ്രകാരം റിപ്പോർട്ട് പുറത്തുവിടാൻ കഴിയില്ലെന്ന് 2020 ഒക്ടോബർ 22 അന്നത്തെ കമ്മീഷന്റെ ചെയർമാൻ വിൽസൺ എം പോൾ ഉത്തരവിട്ടു. കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളും പരിഹാര നടപടികളും പ്രത്യേക ഭാഗത്തായി നൽകുന്നില്ല. സാക്ഷിമൊഴികളും പരിശോധന വിധേയമാക്കിയ അതിന് താഴെ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്നതിനാൽ വെളിപ്പെടുത്തേണ്ടവ ഏതെന്ന് വിഭജിച്ചെടുത്ത് ചൂണ്ടിക്കാട്ടുക അസാധ്യമാണെന്ന് നിരീക്ഷിക്കുക കൂടി ചെയ്തു. വിൽസൺ ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ജോലി അതാണ്. അതുകൊണ്ടാണ് റിപ്പോർട്ട് വെളിപ്പെടുത്താൻ നിർവാഹമില്ലെന്ന് വിവരാവകാശ കമ്മീഷൻ വ്യക്തമാക്കിയത്. എന്ന് പറഞ്ഞാൽ പ്രസിദ്ധപ്പെടുത്തേണ്ടതും പ്രസിദ്ധപ്പെടാതിരിക്കേണ്ടതുമായ കാര്യം വേറെ വേറെ ചേർത്തിട്ടില്ല. എല്ലാം ഒപ്പം തന്നെയാണ് ഈ കമ്മീഷന്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നത് എന്നുള്ളത്. 2020 പുറപ്പെടുവിച്ച ഈ ഉത്തരവിനെ ഓവർറൂൾ ചെയ്യുന്നതാണ് വിവരാവകാശ കമ്മീഷൻ റിപ്പോർട്ട് പരസ്യപ്പെടുത്താൻ 2024 ജൂലൈ 7 നിലവിലുള്ള വിവരാവകാശ കമ്മീഷൻ നിലപാട് സ്വീകരിച്ചു. എന്ന് പറഞ്ഞാൽ 2020 അന്നത്തെ വിവരാവകാശ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ മേലെ അത് ഓവർറൂൾ ചെയ്ത് ഒരു പുതിയ വിധി 2024 ജൂലൈ 7 സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. വിവരാവകാശ നിയമപ്രകാരം സ്വകാര്യത ലംഘനം ഉള്ള ഭാഗങ്ങൾ ഒഴിവാക്കി റിപ്പോർട്ട് പരസ്യപ്പെടുത്തണമെന്നായിരുന്നു കമ്മീഷന്റെ നിർദ്ദേശം. ഇപ്പോൾ അവസാനത്തെ 2024 വിധിയുടെ ഭാഗമായിട്ട് അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അവ ഏതെല്ലാം എന്ന് പരിശോധിച്ച് റിപ്പോർട്ട് പരസ്യപ്പെടുത്താൻ സർക്കാർ ഒരുങ്ങുന്ന ഘട്ടത്തിലാണ് തടസ്സ ഹർജിയുമായി ഒരു നിർമ്മാതാവ് ഹൈക്കോടതിയെ വീണ്ടും സമീപിക്കുന്നത്. റിപ്പോർട്ട് പുറത്ത് വിടുന്നതിനെതിരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആദ്യം സ്റ്റേ ഉത്തരവ് പുറപ്പെടുവിച്ചു. പിന്നീട് ആ സ്റ്റേ വെക്കേറ്റ് ചെയ്തു. ഇതോടെ വീണ്ടും റിപ്പോർട്ട് പുറത്ത് വിടേണ്ടതിന് തയ്യാറെടുക്കുന്നതിനിടയിൽ മറ്റൊരു തടസ്സവാദവുമായി പ്രമുഖ നടി ഹൈക്കോടതിയെ സമീപിച്ചു. അതിന്മേലുള്ള നിയമ തടസ്സങ്ങൾ കഴിഞ്ഞ ദിവസമാണ് അവസാനിച്ചത്. അതിനു പിന്നാലെ കോടതി പറഞ്ഞ അവസാനത്തെ ദിവസം കഴിഞ്ഞ 9-ാം തീയതി റിപ്പോർട്ട് പുറത്ത് വിടുകയും ചെയ്തു. സർക്കാരിന് ഇതിന് യാതൊരു തരത്തിലുള്ള
ഒളിച്ചു വെക്കേണ്ടുന്ന കാര്യവും ഇല്ല. സർക്കാരിൻ്റെ നയം വളരെ വ്യക്തമാണ്. അത് മുഖ്യമന്ത്രിയും ബന്ധപ്പെട്ട മന്ത്രിമാരും പലതവണ ആവർത്തിച്ചിട്ടുള്ളതാണ്. റിപ്പോർട്ട് പുറത്തു വരുന്നത് സർക്കാർ എതിർപ്പുകൊണ്ട് ഒരിക്കലും ആയിരുന്നില്ല എന്നുള്ളത് ഈ ക്രമം മനസ്സിലാക്കുന്നവർക്കെല്ലാം നല്ലതുപോലെ അറിയുന്നതാണ്. സിനിമയിൽ നിന്നുള്ള നിരവധി വ്യക്തികൾ കമ്മിറ്റികൾക്ക് മുമ്പേ ഉന്നയിച്ച വിവിധ ആരോപണങ്ങളുടെ സെൻസിറ്റീവ് സ്വഭാവവും അത് പരസ്യമായാൽ അവർ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാവുന്ന പ്രത്യാഘാതങ്ങളും കണക്കിലെടുത്ത് സാക്ഷികളുടെ മൊഴികൾക്ക് പരിപൂർണമായും രഹസ്യാത്മകത ഉറപ്പുവരുത്താൻ കമ്മിറ്റി ശ്രമിച്ചതായും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ വസ്തുതയായിരിക്കെ സർക്കാർ പൂഴ്ത്തിവെച്ചു എന്ന് പറയുന്നതിൽ ഒരർത്ഥവും ഇല്ല എന്ന് കാണാൻ കഴിയും. ഇപ്പോഴും പുതിയ ഒരു വാദം ഉന്നയിക്കപ്പെടുന്നത് ചില ഭാഗങ്ങൾ സർക്കാർ വെട്ടിയോ എന്നുള്ളതാണ്. സർക്കാർ ഒരു ഭാഗവും വെട്ടി കുറച്ച് നൽകേണ്ട ഒരു കാര്യമില്ല, കൂട്ടിച്ചേർത്ത് നൽകേണ്ട കാര്യവുമില്ല. ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഒരു തരത്തിലുള്ള കൈയടത്തലും ഉണ്ടായിട്ടുമില്ല. ഈ റിപ്പോർട്ട് ആരെല്ലാം ശ്രമിച്ചിട്ടും അതിൻ്റെ രഹസ്യാത്മകത കാത്തു സൂക്ഷിക്കാനായി എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ചുമതലപ്പെട്ട സംസ്ഥാന പ്ലാനിംഗ് ഇൻഫർമേഷൻ ഓഫീസർ SPIO സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചുകൊണ്ട് റിപ്പോർട്ട് കൃത്യമായി പരിശോധിച്ച് നിയമപരം പാലിക്കേണ്ട നിബന്ധനകൾ പാലിച്ചുമാണ് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. അതിൻ്റെ ഉത്തരവാദിത്വം അധികാരവും ആ ഉദ്യോഗസ്ഥന് മാത്രമാണ്. വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർക്ക് ചട്ടപ്രകാരം ഇതിലിടപെടാൻ സാധിക്കുന്നതല്ല. ഇതിന്റെ ഭാഗമായിട്ട് ഇനി എന്തെങ്കിലും നിലയിൽ ഏതെങ്കിലും രീതിയിൽ പരാതി ഉണ്ടെങ്കിൽ അത് സംബന്ധിച്ച് ആവശ്യപ്പെട്ടാൽ ഈ പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചതിൻ്റെ അകത്ത് ഒരു കുറവുമില്ലാതെ കൃത്യമായിട്ട് പരിശോധിക്കാൻ സാധിക്കുകയും ചെയ്യും. അതിൽ യാതൊരു തർക്കമില്ല, ആർക്കും ചെയ്യാൻ സാധിക്കുന്ന കാര്യവും. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഭാഗം കൊടുക്കാൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ട് അതിങ്ങനെ മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു സംശയവും ഉണ്ടാവേണ്ടതില്ല. ഏതെങ്കിലും ഭാഗം ഇനി അങ്ങനെ വന്നില്ല എങ്കിൽ അത് വാങ്ങാനുള്ള എല്ലാ നിയമപരമായ അവകാശവും ഉണ്ട് താനും. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം, ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ നൽകുമ്പോൾ തന്നെ MV ഗോവിന്ദൻ പറഞ്ഞത് എല്ലാ നടപടികളും സ്വീകരിക്കുകയാണ് സർക്കാർ ചെയ്തത്. റിപ്പോർട്ടിൽ സ്വകാര്യതയെ ബാധിക്കുന്ന വിവരങ്ങൾ പുറത്തുവിടാതിരിക്കാനുള്ള ശ്രമങ്ങൾ സർക്കാർ നടത്തിയിട്ടില്ലെന്നും MV ഗോവിന്ദൻ പറയുന്നു. ഇതിലേക്ക് തന്നെ നമുക്ക് തിരിച്ചെത്താം ഒരിടവേളയ്ക്ക് ശേഷം.